ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 57, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. ഗോപാൻ വിഭജ്യ തന്വൻ സംഗം ബലഭദ്രകം ഭവത്കം അവീം ത്വൻബലഭീരും ദൈത്യം ത്വദ്ബലഗതമന്വം അന്യദാ ഭഗവൻ. അന്വയം, അർത്ഥം. ഭഗവൻ, അല്ലയോ ഭഗവൻ, ഗോപാൻ, ഗോപന്മാരെ, വിഭജ്യ, വേർതിരിച്ചു, ബലഭദ്രകം, ബലഭദ്രനെന്ന നായകനോടും, ഭവത്കം, ഭഗവാനാകുന്ന നായകനോടും കൂടിയ സംഘം, സമൂഹത്തെ, തന്വൻ, രൂപപ്പെടുത്തുന്നവനുമായ, ത്വം, അങ്ങ്, ത്വത് ബലഭീരും, അങ്ങയുടെ ബലത്തെ ഭയപ്പെടുന്ന, ദൈത്യം, പ്രലംബാസുരനെ, ത്വദ്ബലഗതം, അങ്ങയുടെ കൂട്ടത്തിൽ ചേർന്നവനാകാൻ, അന്വമന്യത, അനുവദിച്ചു. ഹരിവും. സാരം: ഭഗവാൻ ഗോപന്മാരെ 2 സംഘമാക്കി ഒന്നിൻ്റെ നായകനായി ബലരാമനെയും മറ്റേതിൻ്റെ നായകനായി തന്നെയും നിശ്ചയിച്ചു. തൻ്റെ ശക്തിയിൽ ഭയന്ന പ്രലംബനെയും സ്വപക്ഷത്തു ചേർത്തു. ഹരിവും. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. കൽപ്പിത വിജേതൃവഹനേ സമരേ പരയൂദകം സ്വദയിതതരം ശ്രീദാമാനമദധാക പരാജിതോ ഭക്തദാസതാം പ്രധയൻ. അന്വയം, അർത്ഥം. കൽപ്പിത വിജേതൃവഹനെ, വിജേതാവിനെ വഹിക്കണം എന്ന തീരുമാനിച്ച്, സമരേ, ദ്വന്ദ്വയുദ്ധത്തിൽ, പരാജിത, തോറ്റവനായ, ത്വം, അങ്ങേ, ഭക്തദാസതാം, ഭക്തന്മാരുടെ ദാസനെന്നുള്ള അവസ്ഥയെ, പ്രധയൻ, പ്രകാശിപ്പിക്കുന്നവനായി, പരയൂഥകം, എതിർ സംഘത്തിൽപ്പെട്ടവനും, സ്വദയിതതരം, തനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടവനുമായ, ശ്രീദാമാനം, ശ്രീദാമ എന്ന ഗോപനെ വഹിച്ചു. ഹരിവും. സാരം: തോറ്റവൻ ജയിച്ചവനെ തലയിൽ ചുമക്കണമെന്ന വ്യവസ്ഥയിൽ നടന്ന ദ്വന്ദ്വയുദ്ധത്തിൽ പരാജിതനായ ഭഗവാൻ താൻ ഭക്തദാസനാണെന്നുള്ള സത്യം ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്ന തരത്തിൽ